2002 പുറത്തിറങ്ങിയ വാർ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് സിസു. സിസു എന്നത് വിവർത്തനം ചെയ്യാൻ കഴിയാത്ത ഒരു ഫിന്നിഷ് പദമാണ്. ധൈര്യത്തിന്റെയും അവിശ്വസനീയമായ നിശ്ചയദാർഢ്യത്തിന്റെയും ഭീകരമായ രൂപം എന്നാണ് ഇതിനർത്ഥം. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ സിസു തനിയെ ഉടലെടുക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. 1944 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാറായി. ഫിൻലൻഡും സോവിയറ്റ് യൂണിയനും മോസ്കോ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. അതിന് പ്രകാരം ഫിൻലൻഡിന് നാസികളുടെ ആയുധങ്ങൾ കണ്ടുകെട്ടി ലാപ്ലാൻഡിൽ നിന്ന് പുറത്താക്കേണ്ടതായി വന്നു. പിൻവാങ്ങിയ നാസികൾ എല്ലാം നശിപ്പിക്കുന്ന നയപ്രകാരം കടന്നുപോയ വഴിയിലെ എല്ലാ റോഡുകളും പാലങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും നശിപ്പിച്ചു. ലാപ്ലാൻഡിലെ അനന്തമായ വിജനതയിൽ യുദ്ധം ഉപേക്ഷിക്കാൻ നിശ്ചയിച്ച ഒരാളുണ്ടായിരുന്നു എന്നേക്കുമായി. ചാപ്റ്റർ 1 ഗോൾഡ്. ലാപ്ലാൻഡിലെ പുഴയിൽ നിന്നും ഒരു മധ്യവയസ്കൻ സ്വർണം അരിച്ചെടുക്കുന്നു. അയാൾ ഒരു ഗോൾഡ് മൈനറാണ്. ഏറെ നേരത്തെ തത്രപ്പാടിനൊടുവിൽ അയാൾക്ക് ഒരു കടുകുമണി വരുന്ന സ്വർണം കിട്ടുന്നു. അയാളുടെ കൂടെ ഒരു കുതിരയും നായും ഉണ്ട്. ആ പ്രദേശത്ത് സ്വർണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ അയാൾ അവിടെ കുഴിക്കാൻ ആരംഭിക്കുന്നു. ഒടുവിൽ അത് സംഭവിക്കുന്നു. സ്വർണ്ണ നിക്ഷേപം അയാൾക്ക് കണ്ടെത്താനാകുന്നു. അയാൾ സന്തോഷം അടക്കാനാകാതെ പൊട്ടിക്കരയുന്നു. അന്ന് രാത്രി അവിടെ തങ്ങി അടുത്ത ദിവസം രാവിലെ പുഴയിൽ നിന്നും കുളിച്ചിട്ട് കിട്ടിയ സ്വർണവുമായി അയാൾ തന്റെ കുതിരപ്പുറത്ത് റൊവാനിയമിലേക്ക് യാത്ര ആരംഭിക്കുന്നു. ചാപ്റ്റർ 2 നാസികൾ. യാത്രാമധ്യേ അയാൾ സ്വന്തം നാട്ടിലേക്ക് പിൻവാങ്ങുന്ന നാസികളുടെ മുന്നിൽ പെടുന്നു. ഓബർസ്റ്റാം ഫ്യൂറർ ബ്രൂണോ ഹെൽഫോർഡിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വാഫൻ SS പ്ലേറ്റൂണിന് മുന്നിൽ ആണ് അയാൾ വന്നു പെടുന്നത്. മുന്നിൽ വന്ന ട്രക്കിനെ പിന്നിട്ട് അയാൾ മുന്നോട്ട് പോകുന്നു. അതിൽ ഒരു സ്ത്രീ വിടവിലൂടെ പുറത്തേക്ക് നോക്കുന്നു. അതിനുള്ളിൽ നിന്ന് നാസി പട്ടാളക്കാരൻ വോൾഫ് അവളുടെ മുടിയിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചിടുന്നു. അതിൽ കുറെ സ്ത്രീകളെ ലൈംഗിക അടിമകളായി വെച്ചിരിക്കുന്നു. അതിൽ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന പട്ടാളക്കാരൻ വോൾഫ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി പുറകിൽ നിർത്തിയിട്ടിരിക്കുന്ന ടാങ്കിലേക്ക് കയറി തോക്കെടുത്ത് ടാങ്കിനെ മറികടന്ന് പോകുന്ന ഗോൾഡ് മൈനറെ വെടിവെക്കാൻ തുടങ്ങുന്നു. അവൻ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് അയാളെ ഓബർസ്റ്റാം ഫ്യൂറർ ഹെൽഫോർഡ് തടയുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ പോസ്റ്റുകളിൽ ആൾക്കാരെ തൂക്കിക്കൊന്ന് ഇട്ടിരിക്കുന്നത് അയാൾ കാണുന്നു. മുന്നോട്ട് പോകുമ്പോൾ SS സൈനികരുടെ രണ്ടാമത്തെ യൂണിറ്റിനെ അയാൾ കാണുന്നു. അവർ അയാളോട് എങ്ങോട്ടാണ് പോകുന്നതെന്നും അവിടെ ഒന്നുമില്ല, എല്ലാം ഞങ്ങൾ നശിപ്പിച്ചെന്നും പറഞ്ഞിട്ട് അയാളോട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പറയുന്നു. അയാളെ തോക്ക് ചൂണ്ടി നിർത്തിയിട്ട് അവർ അയാളുടെ കുതിരപ്പുറത്തിരിക്കുന്ന ബാഗ് പരിശോധിക്കുന്നു. അതിലെ ആയുധങ്ങൾ കണ്ട് അയാൾ ഗോൾഡ് മൈനർ ആണെന്ന് മനസ്സിലാക്കി അവർ അതിൽ നിറയെ സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കുന്നു. അയാൾ തന്റെ നായയെ അവിടെ നിന്നും പോകാൻ പറയുന്നു. ഓടിപ്പോകുന്ന നായയെ നാസി പട്ടാളക്കാർ വെടിവെക്കുന്നു. വെടിയേൽക്കാതെ നായ ഓടി രക്ഷപ്പെടുന്നു. നമ്മൾ സമ്പന്നരായെന്ന് പറഞ്ഞുകൊണ്ട് നാസി പട്ടാളക്കാർ അയാളോട് മുട്ടുകാലിൽ ഇരിക്കാൻ പറയുന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞ് പട്ടാളക്കാരന്റെ തലയിൽ കത്തി കുത്തിയിറക്കുന്നു. പട്ടാളക്കാരന്റെ തോക്കെടുത്ത് മറ്റു പട്ടാളക്കാരെയും വെടിവെക്കുന്നു. വെടിശബ്ദം കേട്ട പട്ടാള മേധാവി ഹെൽഫോർഡ് ചിരിക്കുന്നു. ഗോൾഡ് മൈനർ എല്ലാ പട്ടാളക്കാരെയും വകവരുത്തുന്നു. കൂടുതൽ നേരം വെടിശബ്ദം കേൾക്കുമ്പോൾ സംശയം തോന്നി ഓബർസ്റ്റാം ഫ്യൂറർ ഹെൽഫോർഡും കമാൻഡർ വോൾഫും ടാങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. മരിക്കാറായ പട്ടാളക്കാരന്റെ കയ്യിൽ സ്വർണ്ണക്കല്ല് കണ്ട ഹെൽഫോർഡ് ഗോൾഡ് മൈനറെ പിന്തുടരുന്നു. ഗോൾഡ് മൈനർ യാത്ര തുടരുന്നതിനിടെ ടാങ്കിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ ടാങ്ക് പിന്തുടരുന്നത് കാണുന്നു. അയാൾ കുതിരയെ വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പട്ടാളക്കാർ വെടിവെക്കുന്നു. വെടിയേൽക്കാതെ അയാൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. കുറച്ചു മുന്നിലെത്തി കുതിര ഓട്ടം നിർത്തി നടക്കാൻ തുടങ്ങുന്നു. മൈനിൽ ചവിട്ടി കുതിര പൊട്ടിത്തെറിക്കുന്നു. അയാൾ തറയിൽ തെറിച്ചു വീഴുന്നു. ചാപ്റ്റർ 3 മൈൻഫീൽഡ്. നാസികൾ തീർത്ത മൈൻഫീൽഡ് ആയിരുന്നു അത്. അയാൾ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന കുതിരയെ കാണുന്നു. അയാൾ അതിനെ തലോടുന്നു. എന്നിട്ട് ചിതറി കിടക്കുന്ന സ്വർണ്ണം എടുത്ത് ബാഗിലേക്ക് ഇടുന്നു. അവിടെ പൊട്ടാതെ കിടക്കുന്ന മൈനുകൾ അയാൾ കാണുന്നു. നാസികൾ അയാളുടെ അടുത്തേക്ക് വരുന്നു. അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന കമാൻഡർ വോൾഫിനോട് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഹെൽഫോർഡ് തടയുന്നു. ഗോൾഡ് മൈനർ കയ്യിൽ ഒരു കല്ല് കരുതുന്നു. എഴുന്നേറ്റ് നാസികൾക്ക് നേരെ നിൽക്കുന്നു. ഇപ്പോൾ വെടിവെക്കാൻ ഹെൽഫോർഡ് പറയുന്നു. കമാൻഡർ വോൾഫ് തോക്കെടുത്ത് ട്രിഗർ വലിക്കാൻ പോകുന്നു. അയാൾ കയ്യിൽ കരുതിയ കല്ലെടുത്ത് മുന്നിൽ കണ്ട മൈനിലേക്ക് എറിയുന്നു. വീണ്ടും മറ്റൊരു മൈനിലേക്കും എറിയുന്നു. അവിടെ ആകെ പുക നിറയുന്നു. പട്ടാളക്കാർ വെടിവെക്കുന്നു. പുകയുടെ മറവിൽ സ്വർണ്ണം അരിക്കുന്ന ചട്ടി കൊണ്ട് അയാൾ ബുള്ളറ്റ് ഷീൽഡ് തീർക്കുന്നു. ഹെൽഫോർഡ് ഒരു പട്ടാളക്കാരനെ മുന്നിലേക്ക് അയക്കുന്നു. മറ്റൊരു മൈൻ എടുത്ത് ഗോൾഡ് മൈനർ പട്ടാളക്കാരന്റെ തലയിൽ എറിയുന്നു. പട്ടാളക്കാരൻ പൊട്ടിത്തെറിക്കുന്നു. മറ്റു രണ്ട് പട്ടാളക്കാരെ റോഡിന്റെ സൈഡിൽ കൂടി അങ്ങോട്ടേക്ക് പോകാൻ ഓബർസ്റ്റാം ഫ്യൂറർ ഹെൽഫോർഡ് പറയുന്നു. അവർ രണ്ടുപേരും മൈനിൽ ചവിട്ടി പൊട്ടിത്തെറിക്കുന്നു. പുക അടങ്ങിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എത്ര മൈനുകൾ വെച്ചിട്ടുണ്ടെന്ന് ഹെൽഫോർഡ് ചോദിക്കുമ്പോൾ മുഴുവനും എന്ന് കമാൻഡർ വോൾഫ് പറയുന്നു. ഒടുവിൽ 2 അടിമ സ്ത്രീകളെയും കയറും കൊണ്ടുവരാൻ ഹെൽഫോർഡ് പറയുന്നു. അതിൽ ഒരു സ്ത്രീ സ്വമേധയാ തയ്യാറാകുന്നു. പൊട്ടിത്തെറിച്ച് കിടക്കുന്ന കുതിരയുടെ അടുത്ത് നിന്ന് ഗോൾഡ് മൈനറിന്റെ ഡോട്ട് ടാഗ് ഹെൽഫോർഡിന് കിട്ടുന്നു. 2 സ്ത്രീകളെ കയറിൽ കെട്ടി 2 വശത്തായി നടത്തിയിട്ട് അതുവഴി ടാങ്കും മറ്റു വണ്ടികളും പോകുന്നു. ചാപ്റ്റർ 4 ദി ലെജൻഡ്. കമാൻഡർ വോൾഫ് ജനറലിനെ വിളിക്കുന്നു. ഹെൽഫോർഡ് കയ്യിൽ സ്വർണ്ണക്കല്ലുമായി ഇരിക്കുന്നു. വേഗം ഫിൻലാൻഡിൽ നിന്ന് തിരിച്ച് നോർവേയിലേക്ക് വരാൻ ജനറൽ പറഞ്ഞെന്ന് കമാൻഡർ വോൾഫ് പറയുന്നു. നമ്മുടെ 7 പട്ടാളക്കാരെ അവൻ കൊന്നെന്ന് പറഞ്ഞില്ലേ എന്ന് ഹെൽഫോർഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്ന് ജനറൽ പറഞ്ഞു എന്ന് വോൾഫ് പറയുന്നു. ആ ഡോട്ട് ടാഗ് അറ്റോമിക് കോർപ്പി എന്ന ആളുടേതാണ്. അയാൾ ഒരു ഫിന്നിഷ് കമാൻഡോ ആയിരുന്നു. അയാളുടെ യൂണിറ്റിലെ ഏറ്റവും ഭയങ്കരൻ. അയാളെ ചൊറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജനറൽ പറഞ്ഞു. അയാൾ വിന്റർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അയാളുടെ വീടും കുടുംബവും ഒക്കെ റഷ്യക്കാർ നശിപ്പിച്ചു. ആരെയും അനുസരിക്കാത്ത ക്രൂരനായ പ്രതികാരദാഹിയായി അയാൾ മാറി. ഫിന്നിഷ് സൈന്യം അയാളെ അനുസരിക്കാനും നിയന്ത്രിക്കാനും ശ്രമിച്ചു മടുത്തു. ഒടുവിൽ മരുഭൂമിയിലേക്ക് റഷ്യക്കാരെ വേട്ടയാടാൻ അയാളെ ഒറ്റയ്ക്ക് അയച്ചു. അയാൾ ഒരു ഒറ്റയാൾ പട്ടാളമായി മാറി. 300-ലധികം വരുന്ന റഷ്യക്കാരെ അയാൾ കൊന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. റഷ്യക്കാർ അയാൾക്കൊരു പേരിട്ടിട്ടുണ്ട്. അയാളെ കോഷ എന്നാണ് അവർ വിളിക്കുന്നത്. മരണമില്ലാത്തവൻ എന്ന് വോൾഫ് പറയുന്നു. മരണമില്ലാത്തവനോ എന്ന് ഹെൽഫോർഡ് തിരിച്ചു ചോദിക്കുന്നു. അവർ കുറെ ദൂരം ടാങ്ക് ഓടിച്ചു പോകുന്നു.
നോക്കുന്നു. ആരെയും കാണുന്നില്ലെന്ന് ഡ്രൈവർ പറയുന്നു. ഉത്തരവ് അനുസരിക്കുകയല്ലേ എന്നും തിരിച്ചു പോവുകയല്ലേ എന്നും കമാൻഡർ വൂൾഫ് ചോദിക്കുന്നു. നമ്മൾ എന്തായാലും യുദ്ധം തോൽക്കും. തിരിച്ചു ചെല്ലുമ്പോൾ അവർ നമ്മെ തൂക്കിലേറ്റും. ഈ സ്വർണം നമ്മളെ രക്ഷിക്കുമെന്ന് സ്വർണ്ണക്കല്ല് കയ്യിലെടുത്തുകൊണ്ട് ഹെൽഫോർഡ് പറയുന്നു. അറ്റോമിക് ഓർപ്പി അവിടെ നിന്നും രക്ഷപ്പെട്ട് ഒരു കത്തിച്ച കാറിന്റെ അടുത്ത് വന്നിരിക്കുന്നു. തന്റെ കാലിലെ ബുള്ളറ്റ് കത്തി കൊണ്ട് എടുത്തു കളയുന്നു. അയാൾ അവിടെ ഇരുന്ന് മയങ്ങുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ട്രക്കിന്റെ ശബ്ദം കേട്ട് അയാൾ എഴുന്നേൽക്കുന്നു. പട്ടാളക്കാർ സ്റ്റിഫർ ഡോഗ്സുമായി അങ്ങോട്ടേക്ക് വരുന്നു. അയാൾ കത്തിക്കരിഞ്ഞിരിക്കുന്ന വണ്ടിയിൽ ഒളിച്ചിരിക്കുന്നു. ഒരു ട്രക്ക് അയാളെ പിന്നിട്ട് പോകുമ്പോൾ അയാൾ അതിനിടയിൽ കയറി തൂങ്ങിക്കിടക്കുന്നു. ട്രക്കിന്റെ പെട്രോൾ ടാങ്ക് കത്തി കൊണ്ട് കുത്തിപ്പൊട്ടിക്കുന്നു. വഴിയിൽ നിറയെ പെട്രോൾ ആവുന്നു. പട്ടികൾക്ക് മണം പിടിക്കാൻ പറ്റാതെയാവുന്നു. പെട്രോൾ ലീക്കായെന്ന് പട്ടാളക്കാർ പറയുന്നു. ട്രക്ക് അവിടെ നിർത്തി പട്ടാളക്കാർ പുറകിലോട്ട് പോകുന്ന സമയം അറ്റോമിക് ഓർപ്പി ട്രക്കിനിടയിൽ നിന്നും ഓടി പുഴയുടെ അടുത്തേക്ക് രക്ഷപ്പെടുന്നു. അയാളെ കണ്ട പട്ടാളക്കാർ നായകളെ അയാൾക്ക് നേരെ അയക്കുന്നു. പെട്രോളിൽ കുളിച്ചു നിൽക്കുന്ന കോർപ്പി തീപ്പെട്ടി ഉരച്ച് ദേഹത്ത് തീ കൊളുത്തിയിട്ട് പുഴയിലേക്ക് ചാടുന്നു. പട്ടാളക്കാർ വെടിവെക്കുന്നു. അയാൾ പൊങ്ങി വരുന്നത് നോക്കി പട്ടാളക്കാർ തോക്കുമായി നിൽക്കുന്നു. മരിക്കാത്തവനായാലും മനുഷ്യർക്ക് ശ്വാസം എടുത്തേ പറ്റൂ എന്ന് ഹെൽഫോർഡ് പറയുന്നു. ശ്വാസം എടുക്കാൻ പൊങ്ങിയ അയാളെ വൂൾഫ് വെടിവെക്കുന്നു. അവിടെ രക്തം കെട്ടുന്നത് കണ്ട ഹെൽഫോർഡ് പോയി സ്വർണം എടുക്കാൻ പറയുന്നു. ബോട്ടിൽ പോയി പുഴയിലേക്ക് ഇറങ്ങി 2 പട്ടാളക്കാരെ പുഴയിൽ വെച്ച് കോർപ്പി കഴുത്തറുത്ത് കൊല്ലുന്നു. അവരുടെ കഴുത്തിൽ നിന്ന് വരുന്ന വായു ശ്വസിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ആൾ പേടിച്ച് മറുകരയിലേക്ക് വള്ളം തുഴയുന്നു. പിന്മാറിയാൽ നിന്നെ വെടിവെക്കുമെന്ന് ഹെൽഫോർഡ് പറയുന്നു. അതനുസരിക്കാതെ തുഴയുന്ന പട്ടാളക്കാരനെ കമാൻഡർ വൂൾഫ് വെടിവെക്കുന്നു. എന്നാൽ വള്ളം പിന്നെയും കരയിലേക്ക് പോകുന്നു. വെടി പിന്നെയും ഏറ്റില്ല എന്ന് മനസ്സിലാക്കിയ വൂൾഫ് ടാങ്കിൽ പോയി വെടിവെക്കാൻ പോകുന്നു. എന്നാൽ ബോട്ട് കരയിലേക്ക് അടുപ്പിച്ചത് കോർപ്പിയായിരുന്നു. അയാൾ മരിച്ച പട്ടാളക്കാരനെ ബോഡി ഷീൽഡ് ആക്കി കരയിലൂടെ ഓടുന്നു. വൂൾഫ് വെടിവെക്കുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട് കോർപ്പി പോകുന്നു. മറുകരയിൽ നിന്നും നോക്കി നിൽക്കുന്ന ക്യാപ്റ്റന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് കോപ്പിയുടെ നായ എത്തുന്നു. അത് മറുകര നോക്കി കുരയ്ക്കുന്നു. നായയെ പിടിച്ചിട്ട് ഒരു ബോട്ട് എടുത്തുകൊണ്ടുവരാൻ ഹെൽഫോർഡ് പറയുന്നു. ചാപ്റ്റർ 5 സ്കോർഷഡ് എർത്ത് ചുട്ടുപൊള്ളുന്ന ഭൂമി. കോർപ്പി അവിടെ നിന്നും രക്ഷപ്പെട്ട് തന്റെ നാടായ റൊവാനിമയിൽ എത്തുന്നു. എന്നാൽ അവിടെ മുഴുവൻ തീയിട്ട കെട്ടിടങ്ങളാണ് കാണുന്നത്. വിഷമത്തോടെ അത് നോക്കി നിന്നുകൊണ്ട് കരയാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. അവിടെ നിന്നും നടന്ന് അയാൾ കത്തിക്കരിഞ്ഞ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്ത് വരുന്നു. അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. ശബ്ദം കേട്ട് എഴുന്നേറ്റ അയാൾ നായയുടെ കുര കേൾക്കുന്നു. ആ ശബ്ദം അടുത്തു വരുന്നതായി അയാൾ മനസ്സിലാക്കുന്നു. അത് തന്റെ നായയാണ്. അത് അയാളുടെ അടുത്തേക്ക് വരുന്നു. അതിന്റെ ദേഹത്ത് കത്തിച്ച സ്റ്റീൽ ഹാൻഡ് ഗ്രനേഡ് കെട്ടിവെച്ചിരിക്കുന്നതായി അയാൾ കാണുന്നു. അതെടുത്ത് അയാൾ എറിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു. കോർപ്പി തെറിച്ച് താഴെ വീഴുന്നു. അയാൾ കണ്ണു തുറക്കുമ്പോൾ ഹെൽഫോർഡ് അവിടെ നിൽക്കുന്നു. ഒരു തൂക്കുകയർ പമ്പിന്റെ നെയിം ബോർഡിലേക്ക് എറിയുന്നു. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഹെൽഫോർഡ് ചോദിച്ചിട്ട് ഇല്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. കോർപ്പിയെ അവർ അതിൽ കെട്ടിത്തൂക്കുന്നു. ബാഗിൽ നിന്ന് ഒരു ചെറിയ സ്വർണ്ണക്കല്ല് എടുത്തിട്ട് കോർപ്പിയുടെ പോക്കറ്റിൽ ഇട്ടിട്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ എന്ന് ഹെൽഫോർഡ് പറയുന്നു. എന്നിട്ട് അയാളുടെ ശരീരം ആട്ടിവിട്ട് എല്ലാവരും ചിരിക്കുന്നു. അവരവിടെ നിന്ന് പോയപ്പോൾ കോർപ്പി സ്റ്റാൻഡിലെ ഒരു ആണിയിൽ ചവിട്ടി നിൽക്കാൻ നോക്കുന്നു. സ്റ്റാൻഡ് ഇളകുന്നു. ആണിയിൽ ചവിട്ടി ഒരു കമ്പി കൊണ്ട് തന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി അതിൽ ശരീരം കൊരുത്തു വെച്ച് കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവിടേക്ക് ഒരു നാസി വിമാനം വരുന്നു. അതിൽ നിന്ന് 2 നാസി പട്ടാളക്കാർ ഇറങ്ങി പെട്രോൾ തപ്പുന്നു. അപ്പോൾ ചരിഞ്ഞ സ്റ്റാൻഡിൽ നിന്നും കെട്ടിളകി കോർപ്പി താഴേക്ക് വീഴുന്നു. അയാളെ കണ്ട പട്ടാളക്കാരൻ അയാൾക്ക് ജീവനുണ്ടെന്നും അവനെ കൊന്നുകളയാനും കൂടെയുള്ള പട്ടാളക്കാരനോട് പറയുന്നു. അയാൾ കോർപ്പിയെ ഷൂട്ട് ചെയ്യാൻ നേരം അയാളുടെ കാലിൽ ചവിട്ടി മറിച്ചിടുന്നു. വെടിശബ്ദം കേട്ട് അപ്പുറത്തു നിന്ന് പെട്രോൾ നോക്കുകയായിരുന്ന പട്ടാളക്കാരൻ അവന്റെ നായയെയും കൊന്നുകളയാൻ പറയുന്നു. വീണ്ടും നായയുടെ ശബ്ദം കേട്ട് അയാൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ കോർപ്പി അയാളെ അടിച്ചു താഴെ ഇടുന്നു. തളർന്ന് അവിടെ ഇരുന്ന കോർപ്പി തന്റെ കയ്യിൽ സ്വർണ്ണക്കല്ല് അവിടെ കുഴിച്ചിടുന്നു. പട്ടാളക്കാരന് ബോധം തെളിയുന്നു. കോർപ്പി അയാൾക്ക് നേരെ തോക്ക് ചൂടുന്നു. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് തോക്ക് താഴെ ഇടുന്നു. അയാൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന പ്ലെയിനിലേക്ക് നോക്കുന്നു. തന്റെ കാലിലെ ബുള്ളറ്റ് മുറിവിൽ തീപ്പെട്ടി കത്തിച്ച് കുത്തിയിറക്കുന്നു. തന്റെ ദേഹത്തെ മുറിവുകളിൽ നിന്ന് ഗ്രനേഡ് മെറ്റൽ പീസുകളെല്ലാം ഇളക്കി കളയുന്നു. കമ്പി കൊണ്ട് മുറിവുകൾ തുന്നിക്കെട്ടുന്നു. എന്നിട്ട് അതിൽ പെട്രോൾ ഒഴിക്കുന്നു. പേടിയോടെയും അത്ഭുതത്തോടെയും ഇതെല്ലാം നോക്കി പട്ടാളക്കാരൻ ഇരിക്കുന്നു. അവിടെ നിന്നും പ്ലെയിനിൽ അയാളും പട്ടാളക്കാരനും പോകുന്നു. നാസി സംഘം വണ്ടികളിൽ യാത്ര തുടരുന്നു. ടാങ്കിലിരിക്കുന്ന ഹെൽഫോർഡ് വിമാനം റെഡിയാണെന്ന് പറയുന്നു. നമ്മുടെ കൂടെയുള്ള മറ്റു പട്ടാളക്കാരോ എന്ന് വൂൾഫ് ചോദിക്കുമ്പോൾ നോർവേയിലേക്ക് പോകാൻ അവർക്ക് നമ്മുടെ ആവശ്യമില്ലെന്ന് ഹെൽഫോർഡ് പറയുന്നു. അവരുടെ കയ്യിൽ ആവശ്യത്തിന് മദ്യവും ഒരു വണ്ടി നിറയെ ലൈംഗിക അടിമകളും ഇല്ലേ എന്ന് വൂൾഫ് ചോദിക്കുന്നു. പെട്ടെന്ന് റോഡ് ബ്ലോക്ക് ആണെന്ന് ട്രക്ക് ഡ്രൈവർ പറയുന്നു. ഒന്നിറങ്ങി നോക്കാനും പറയുന്നു. ഹെൽഫോർഡും വൂൾഫും മുന്നിലേക്ക് നടക്കുന്നു. വഴിയിൽ ഒരു നാസി പ്ലെയിൻ തകർന്നു കിടക്കുന്നത് കാണുന്നു. വിമാനം പരിശോധിച്ച വൂൾഫും ടാങ്ക് ഡ്രൈവറും അതിലെ പൈലറ്റിനെ തൂക്കിക്കൊന്നിരിക്കുന്നു എന്ന് ഹെൽഫോർഡിനോട് പറയുന്നു. അത് തന്റെ കയറാണെന്നും കോർപ്പിയെ തൂക്കിലേറ്റാൻ ഉപയോഗിച്ച കയറാണിതെന്നും വൂൾഫ് പറയുന്നു. എന്താണെന്ന് ഹെൽഫോർഡ് പരിഭ്രമത്തോടെ ചോദിക്കുന്നു. നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് ഹെൽഫോർഡ് പറയുന്നു. അയാൾ ടാങ്കിൽ കയറുന്നു. പട്ടാളക്കാർ എല്ലാവരും പോകുന്നു. ട്രക്കിലിരിക്കുന്ന പട്ടാളക്കാരിൽ ഒരാൾ അവൻ പിന്നെയും വന്നു എന്ന് പറയുന്നു. അതിലിരിക്കുന്ന സ്ത്രീ അയാളെ നോക്കി ചെറുപുഞ്ചിരിയോടെ ഇരിക്കുന്നു. അവൻ ഇപ്പോൾ അവിടെ കയറിൽ കിടന്ന് തൂങ്ങിയാടുകയാണെന്ന് മറ്റൊരു പട്ടാളക്കാരൻ പറയുന്നു. സ്ത്രീ ചിരിക്കുന്നു. അത് കേട്ട പട്ടാളക്കാരൻ അവളോട് എന്തിനാണ് നീ ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. 100 കണക്കിന് റഷ്യക്കാർ നോക്കിയിട്ട് പറ്റാത്തത് നിങ്ങൾക്ക് കഴിഞ്ഞെന്നാണോ കരുതുന്നതെന്ന് അവൾ പട്ടാളക്കാരോട് ചോദിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നെല്ലാം തട്ടിയെടുത്താൽ എന്തുണ്ടാകുമെന്ന് നീയൊക്കെ അറിഞ്ഞുകൊള്ളുമെന്നും അയാൾ വിട്ടുകൊടുക്കുകയില്ല, തിരികെ വന്നുകൊണ്ടേയിരിക്കുമെന്നും അവൾ പറയുന്നു. അയാൾക്ക് മരണമില്ലെന്നാണോ എന്ന് പട്ടാളക്കാരൻ തിരിച്ചു ചോദിക്കുന്നു. അല്ല, അയാൾ മരിക്കാൻ തയ്യാറല്ല എന്ന് അവൾ പറയുന്നു. അതിന് ഫിൻലൻഡിൽ ഒരു വാക്കുണ്ട്, അത് വിവർത്തനം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആരാണ് ശക്തൻ എന്നതല്ല, ആരാണ് പിന്തിരിയാത്തത് എന്നതാണ് വിഷയം. അദ്ദേഹം ഒരിക്കലും പിന്തിരിയില്ല. നീയൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അത് അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കുകയുള്ളൂ. നിന്റെയും കൂട്ടുകാരുടെയും ഈ മൂന്നാംകിട കമ്പനിയിലെ അടിമകളുടെയും വിധി എഴുതി കഴിഞ്ഞു എന്ന് അവൾ പറയുന്നു. അത് കേട്ട് പട്ടാളക്കാരൻ ചിരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്തിരുന്ന പട്ടാളക്കാരൻ മരിച്ചു വീഴുന്നു. എന്താണെന്ന് നോക്കാൻ അയാൾ എഴുന്നേറ്റപ്പോൾ പിക്കാസ് കൊണ്ട് അയാളെ വെട്ടി വണ്ടിയുടെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. പട്ടാളക്കാരൻ പുറകെ വന്ന് ടാങ്ക് ഇടിച്ച് മരിക്കുന്നു. പിന്നാലെ ബൈക്കിൽ വന്ന പട്ടാളക്കാർ അവൻ നമ്മുടെ കൂട്ടത്തിലുള്ളവനല്ലേ എന്ന് പരസ്പരം ചോദിക്കുന്നു. ട്രക്കിനകത്തിരിക്കുന്ന സ്ത്രീ പട്ടാളക്കാരന്റെ തോക്കെടുക്കാൻ നോക്കുന്നു. കോർപ്പി ട്രക്കിനുള്ളിൽ കയറുന്നു. അയാൾ തോക്കെടുത്ത് സ്ത്രീക്ക് കൊടുക്കുന്നു. ചാപ്റ്റർ 6 കില്ലമോൾ. എല്ലാവരുടെയും അന്ത്യം. ട്രക്കിന്റെ മുകളിൽ കയറി കോർപ്പി ഡ്രൈവറുടെ തല ലക്ഷ്യമാക്കി കത്തി കൊണ്ട് കുത്തുന്നു. ഡ്രൈവർ തലയ്ക്ക് കുത്തുകൊണ്ട് മരിക്കുന്നു. ഡ്രൈവറെ കോർപ്പി
കോർപ്പി വലിച്ച് പുറത്തേക്ക് ഇടുന്നു. ട്രക്കിലെ സ്ത്രീ ഡ്രൈവിംഗ് ഏറ്റെടുക്കുന്നു. ട്രക്ക് ഡ്രൈവർ ടാങ്കിന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരയുന്നു. പുറകിൽ വന്ന ബൈക്കിലെ പട്ടാളക്കാർ അത് ജെൻസ് അല്ലേ എന്ന് ചോദിക്കുന്നു. കോർപ്പി ട്രക്ക് ബ്രേക്ക് ചെയ്യാൻ സ്ത്രീയോട് പറയുന്നു. ട്രക്ക് ബ്രേക്ക് ചെയ്യുന്നു. പുറകിൽ വന്ന ടാങ്ക് ട്രക്കിനെ ഇടിക്കാൻ പോകുന്നു. ട്രക്ക് പിന്നെ മുന്നോട്ടെടുക്കുന്നു. കോർപ്പി ടാങ്കിന്റെ മുകളിൽ കയറുന്നു. മുന്നിലെ ട്രക്ക് നമ്മളെ ഇപ്പോൾ ഇടിക്കുമായിരുന്നു എന്ന് ടാങ്ക് ഡ്രൈവർ പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരക്കുന്നു. ട്രക്കിലെ സ്ത്രീകൾ മരിച്ച പട്ടാളക്കാരന്റെ കൈ പൊക്കി പ്രശ്നമില്ല എന്ന് കാണിക്കുന്നു. സ്ത്രീകളുടെ ട്രക്ക് മുന്നിലുള്ള ട്രക്കിന്റെ സൈഡിലൂടെ പോകുന്നു. ട്രക്കിലെ സ്ത്രീകൾ പട്ടാളക്കാരെ മുഴുവൻ വെടിവെക്കുന്നു. ട്രക്ക് ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീ ഡ്രൈവറെയും വെടിവെച്ച് കൊല്ലുന്നു. എല്ലാവരും മരിച്ചെന്ന് ടാങ്ക് ഡ്രൈവർ ഹെൽഫോർഡിനോട് പറയുന്നു. മുന്നോട്ട് പോകാൻ ഹെൽഫോർഡ് പറയുന്നു. കോർപ്പി ടാങ്കിന്റെ മുകളിൽ കയറി പിക്കാസ് കൊണ്ട് വെട്ടുന്നു. ഡ്രൈവർ വൂൾഫിന്റെ നിർദ്ദേശപ്രകാരം സഡൻ ബ്രേക്ക് ഇടുന്നു. കോർപ്പി തെറിച്ച് താഴെ വീഴുന്നു. വൂൾഫ് കോർപ്പിയെ വെടിവെക്കുന്നു. അയാൾ വെടിയേൽക്കാതെ ടാങ്കിന്റെ മുകളിൽ കയറി വൂൾഫിനെ വലിച്ച് താഴെ ഇടുന്നു. വ്യൂ ഫൈൻഡറിലൂടെ അവരെ നോക്കുന്ന ഹെൽഫോർഡ് മുന്നോട്ട് പോകാൻ ഡ്രൈവറോട് പറയുന്നു. കോർപ്പി വൂൾഫിനെ അടിച്ച് അവശനാക്കി പിക്കാസ് കൊണ്ട് കൊല്ലാൻ നോക്കുന്നു. പുറകെ ബൈക്കിൽ വന്ന പട്ടാളക്കാർ കോർപ്പിയെ കണ്ട് തിരിച്ചറിഞ്ഞ് അത് കോഷയാണെന്ന് പറഞ്ഞു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. കോർപ്പി ബൈക്കുമായി അവിടെ നിന്ന് പോകുന്നു. ട്രക്കിലെ സ്ത്രീകൾ തോക്കേന്തി വൂൾഫിന്റെ അടുത്തേക്ക് വരുന്നു. ടാങ്ക് വിമാനത്തിന്റെ അടുത്തെത്തി നിൽക്കുന്നു. അവിടെ അവരെ കാത്ത് പൈലറ്റ് നിൽക്കുന്നു. അയാൾ ഒരു സോവിയറ്റ് വിമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഹെൽഫോർഡ് തോക്കെടുത്ത് ടാങ്ക് ഡ്രൈവറുടെ തലയ്ക്ക് വെടിവെക്കുന്നു. അവർ വിമാനം പറപ്പിച്ച് പോകാൻ തുടങ്ങുന്നു. കോർപ്പി വിമാനത്തിനെതിരെ ഷൂട്ടർ ബൈക്കുമായി എത്തി വിമാനത്തിലേക്ക് വെടിവെക്കുന്നു. വിമാനം പറന്നുയരുന്നു. കോർപ്പി തന്റെ പിക്കാസുമായി വിമാനത്തിന് നേരെ ബൈക്കിൽ കുതിക്കുന്നു. മുകളിൽ നിന്നും നോക്കുമ്പോൾ താഴെ ബൈക്ക് കണ്ട ക്യാപ്റ്റൻ അവൻ ഇപ്പോഴും താഴെയുണ്ടെന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. എന്നാൽ ബൈക്കിൽ അയാൾ ഉണ്ടായിരുന്നില്ല. അയാൾ വിമാനത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. എന്റെ പരിക്ക് ഗുരുതരമാണെന്ന് പൈലറ്റ് പറയുന്നു. ചത്തിട്ടില്ലല്ലോ, മര്യാദയ്ക്ക് വിമാനം പറത്താൻ ഹെൽഫോർഡ് പറയുന്നു. കോർപ്പിയുടെ പിക്കാസിന്റെ പിടിവിട്ട് അയാൾ പിന്നിലേക്ക് പറക്കുന്നു. അയാൾ പിൻചക്രത്തിൽ വീണ്ടും കുരുത്തു നിൽക്കുന്നു. ശബ്ദം കേട്ട ഹെൽഫോർഡ് എന്താണെന്ന് ചോദിക്കുന്നു. ഇതൊരു പഴയ വിമാനമാണെന്ന് പൈലറ്റ് പറയുന്നു. കോർപ്പി ചക്രത്തിൽ പിടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് പിക്കാസ് കൊണ്ട് ആഞ്ഞു വെട്ടുന്നു. ഒടുവിൽ വിമാനം തുരന്ന് പിക്കാസ് അകത്തേക്ക് കിടക്കുന്നു. കോർപ്പി തന്റെ കൈ വിടവിലൂടെ ഇടുന്നു. അതിൽ സോവിയറ്റ് നിർമ്മിത മിസൈൽ കാണുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് പൈലറ്റ് പറയുന്നു. ഹെൽഫോർഡ് തോക്കെടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നു. തോക്കുമായി അങ്ങോട്ടേക്ക് ചെന്ന ഹെൽഫോർഡിന് നേരെ കോർപ്പി പിക്കാസ് എറിയുന്നു. ഹെൽഫോർഡും കോർപ്പിയും തമ്മിൽ മൽപ്പിടുത്തം നടത്തുന്നു. കോർപ്പിയെ ഹെൽഫോർഡ് അടിച്ച് അവശനാക്കുന്നു. അവശനായ കോർപ്പിയെ സ്റ്റാറ്റിക് ലൈൻ ബെൽറ്റ് കൊണ്ട് വീണ്ടും അടിച്ച് അവശനാക്കുന്നു. വീണ്ടും എഴുന്നേറ്റ് വന്ന കോർപ്പിയെ ഹെൽഫോർഡ് വീണ്ടും സ്റ്റാറ്റിക് ലൈൻ ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിക്കുന്നു. കോർപ്പി സ്റ്റാറ്റിക് ലൈൻ ബെൽറ്റ് പിടിച്ച് ബോംബിൽ കൊളുത്തി അത് തുറന്നു വിടുന്നു. ഹെൽഫോർഡ് ബോംബിനൊപ്പം താഴേക്ക് വീണ് പൊട്ടിത്തെറിക്കുന്നു. കോർപ്പി വിമാനത്തിൽ ഇരിക്കുന്നു. പെട്ടെന്ന് വിമാനത്തിന്റെ നിയന്ത്രണം വിട്ടതായി അയാൾക്ക് മനസ്സിലാകുന്നു. അയാൾ കോക്പിറ്റിലേക്ക് പോകുമ്പോൾ പൈലറ്റ് മരിച്ചിരിക്കുന്നു. തിരികെ വന്ന് സ്വർണ്ണബാഗ് എടുത്ത് അയാൾ പാരച്യൂട്ട് തപ്പുന്നു. എന്നാൽ അവിടെ കാണുന്നില്ല. അയാൾ സ്റ്റാറ്റിക് ലൈൻ ബെൽറ്റ് എടുത്ത് വിമാനത്തിന്റെ പുറകിലായി തന്റെ ശരീരം കെട്ടിവെച്ചിരിക്കുന്നു. വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. നാസി ടാങ്ക് കണ്ട ഫിൻലാൻഡ് പട്ടാളക്കാരൻ പട്ടാള മേധാവിയുടെ അടുത്തേക്കായി ഓടി വരുന്നു. എല്ലാവരും നിങ്ങളുടെ സ്ഥാനത്ത് പോയി നിൽക്കാൻ ക്യാപ്റ്റൻ നിർദ്ദേശിക്കുന്നു. ഫിന്നിഷ് ആർമി യൂണിറ്റിന്റെ അടുത്തേക്കായി നാസി ടാങ്കുമായി സ്ത്രീകൾ എത്തുന്നു. ഫിന്നിഷ് ഭാഷയിൽ സ്ത്രീ നമസ്കാരം പറയുന്നു. നിങ്ങൾക്ക് ടാങ്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പട്ടാളക്കാരൻ ചോദിക്കുന്നു. നാസികളുടെ കയ്യിൽ നിന്നെന്ന് സ്ത്രീ പറയുന്നു. നാസികൾ എവിടെയെന്ന് പട്ടാളക്കാരൻ വീണ്ടും ചോദിക്കുന്നു. ടാങ്കിൽ തൂക്കിയിട്ടിരിക്കുന്ന വൂൾഫിനെ കാണിച്ചിട്ട് ഇവൻ ഒഴികെ മറ്റെല്ലാവരും നരകത്തിലേക്ക് പോയെന്ന് സ്ത്രീ പറയുന്നു. ബാക്കിയുള്ളവർ എവിടെയെന്ന് ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ എല്ലാവരും മരിച്ചു എന്നും പറയുന്നു. ഫൈനൽ ചാപ്റ്റർ അവസാന അധ്യായം. ചതുപ്പിൽ നിന്നും കോർപ്പി പിക്കാസുമായി പുറത്തേക്ക് വരുന്നു. നാസിർ ഷൂട്ടർ ബൈക്കിൽ അയാൾ തന്റെ നായയുമായി ഹെൽസിംകിയിലേക്ക് വരുന്നു. അയാൾ അവിടെ ഒരു ബാങ്കിൽ എത്തുന്നു. അയാളെ കണ്ട് അവിടെയുള്ളവർ വഴിമാറുന്നു. തന്റെ കയ്യിലെ സ്വർണ്ണം മുഴുവൻ ബാങ്കിലെ കൗണ്ടറിന്റെ ടേബിളിൽ ഇട്ടിട്ട് കാശെടുക്കാൻ അയാൾ പറയുന്നു. വലിയ നോട്ടുകൾ മാത്രം കൊണ്ടുപോകാൻ വലിയ ഭാരം കാണില്ല എന്ന് അയാൾ പറയുന്നു. ജൽമാരി ഹെൻഡ്ലർ ആണ് ചിത്രത്തിന്റെ റൈറ്റർ ഡയറക്ടർ. പെട്രി ജോക്കിരിന്റെ ആണ് നിർമ്മാണം. ജോർമ ടോമില, അക്സൽ ഹെന്നി, ജാക്ക് ഡൂലൻ, മിമോസ വില്ലാമോ, ഒന്നി ടോമില, ടാറ്റു സിനിസാലോ, വിൽഹം ഏങ്കൽ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. കെജൽ ലാഗറൂസ് ആണ് ഛായാഗ്രഹണം. ഛായാഗ്രഹണ മികവ് ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. ജൂറി സെപ്പ, ടുമാസ് വൈനോല എന്നിവരാണ് പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 9 ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മിഡ് നൈറ്റ് മാഡ്നസ് പരമ്പരയിലാണ് സിസു വേൾഡ് പ്രീമിയർ ചെയ്തത്. 2023 ജനുവരി 27 ഫിൻലാൻഡിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു. 2023 ഏപ്രിൽ 28 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് റിലീസ് ചെയ്യുകയും നിരൂപക പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തു. 55ാമത് സിറ്റ്ജസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ, മികച്ച സിനിമ, മികച്ച ഛായാഗ്രഹണം, മികച്ച സംഗീതം എന്നീ അവാർഡുകൾ കരസ്ഥമാക്കി. 51ാമത് സാറ്റേൺ അവാർഡ്സിൽ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചു. 78ാമത് ജുസി അവാർഡ്സിൽ നിരവധി നോമിനേഷനുകൾ ലഭിക്കുകയും മികച്ച ഛായാഗ്രഹണം, മികച്ച എഡിറ്റിംഗ്, മികച്ച സെറ്റ് ഡിസൈൻ, മികച്ച മേക്കപ്പ് ഡിസൈൻ എന്നീ അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു. ചിത്രത്തിന്റെ സീക്വൽ സിസു റോഡ് ടു റിവെഞ്ച് 2025 പുറത്തിറങ്ങി. ചിത്രം കാണാത്തവർക്ക് ആമസോൺ പ്രൈമിൽ കാണാവുന്നതാണ്. ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ വിവരണവുമായി അടുത്ത വീഡിയോയിൽ കാണാം.